കേരള ബ്ലാസ്റ്റേഴ്സിനെ ബഹിഷ്കരിച്ച ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരങ്ങളിൽ ഇനി പിന്തുണയുമായി സ്റ്റേഡിയങ്ങളിൽ ഉണ്ടാകില്ലെന്ന് മഞ്ഞപ്പട അറിയിച്ചു. ഇതിനൊക്കെ കാരണം ആരാണ്? 10 വർഷം കളിച്ചിട്ടും എന്തുകൊണ്ട് ISL കപ്പില്ലാതെ ഇപ്പോഴും തുടരുന്നു? ഇതെല്ലാം എങ്ങനെ പറ്റി? ഇതിന് കാരണം എന്താണ്? ഇതെല്ലാം തന്നെ ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. നിങ്ങൾ ഇപ്പോഴും ഒരു KBFC ഫാനാണെങ്കിൽ ഈ വീഡിയോ മുഴുവൻ കണ്ടുനോക്ക്. അപ്പോൾ മനസ്സിലാകും 2014 മുതൽ 2026 വരെ എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്. 2014 ഈ കഥ തുടങ്ങുന്നത്. ISL എന്ന പുതിയ ലീഗ്, 6 ടീമുകൾ, 8 സിറ്റികൾ. അതിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. ഈ ടീമിനെ ആദ്യം വാങ്ങിയത് പ്രസാദ് വി പൊറ്റൂർ എന്ന വ്യവസായിയാണ്. പിന്നീട് 2017 മണിക്കട്ടൻ ഗ്രൂപ്പ് വാങ്ങി. 2021 മഞ്ഞപ്പട എന്ന ഫാൻ ഗ്രൂപ്പ് തന്നെ ടീമിന്റെ ഭാഗമായി. 2024 ബ്രൗൺ റോക്ക് സ്പോർട്സ് ഏറ്റെടുത്തു. ഉടമകൾ മാറി മാറി വന്നു. പക്ഷേ കപ്പ് മാത്രം വന്നില്ല. ISL ആദ്യ സീസൺ മുതൽ ഇന്നുവരെ എല്ലാ സീസണിലും കളിച്ച ടീമുകളിലൊന്നാണ് ബ്ലാസ്റ്റേഴ്സ്. 11 വർഷമായി അവർ ISLലുണ്ട്. ഈ 11 വർഷത്തിനിടയിൽ കപ്പ് ആരൊക്കെ അടിച്ചു? ആദ്യ സീസണിൽ അത്ലറ്റിക്കോ ഡി കൊൽക്കട്ട, പിന്നെ ചെന്നൈയിൻ, വീണ്ടും കൊൽക്കട്ട, ബാംഗലൂരു, ആതിഥേയരായ അതിഥികൾ, മുംബൈ സിറ്റി, ഹൈദരാബാദ്, വീണ്ടും മുംബൈ, മോഹൻ ബഗാൻ, വീണ്ടും ബാംഗലൂരു. 10 വ്യത്യസ്ത ടീമുകൾ കപ്പടിച്ചു. ബ്ലാസ്റ്റേഴ്സ് അടിച്ചില്ല. ഓരോ സീസണിലും ബ്ലാസ്റ്റേഴ്സ് എവിടെ നിന്നു എന്ന് നോക്കാം. 2014 4-ാം സ്ഥാനത്ത് നിന്നു, ഫൈനലിൽ തോറ്റു. 2015 8-ാം സ്ഥാനം, 2016 2-ാം സ്ഥാനം, വീണ്ടും ഫൈനലിൽ തോറ്റു. 2017-18 6-ാം സ്ഥാനം, 2018-19 9-ാം സ്ഥാനം, 2019-20 7-ാം സ്ഥാനം, 2020-21 10-ാം സ്ഥാനം. ഏറ്റവും മോശം സീസൺ 2021-22 4-ാം സ്ഥാനം, വീണ്ടും ഫൈനലിൽ തോറ്റു. 2022-23 5-ാം സ്ഥാനം. ഫൈനലുകളുടെ കഥ പറയാതെ ഈ കഥ പൂർത്തിയാകില്ല. 2014 ഫൈനൽ, എതിരാളി അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത. 90-ാം മിനിറ്റ് മുഹമ്മദ് റഫീഖിന്റെ ഹെഡർ, 1 ഗോളിന് തോൽവി. 2016 ഫൈനൽ, വീണ്ടും കൊൽക്കത്ത. 1-1 എന്ന സമനില, പെനാൽറ്റി ഷൂട്ടൌട്ട്, 4-3 തോൽവി. 2022 ഫൈനൽ, എതിരാളി ഹൈദരാബാദ് FC. 1-1 എന്ന സമനില, പെനാൽറ്റി ഷൂട്ടൌട്ട്, 3-1 തോൽവി. 3 ഫൈനലുകൾ, 3 തോൽവികൾ. 2014 സ്റ്റോപ്പേജ് ടൈമിലെ ഒറ്റ ഗോളിന്, 2016 പെനാൽറ്റിയിൽ, 2022 വീണ്ടും പെനാൽറ്റിയിൽ. എത്ര അടുത്തെത്തിയിട്ടും ട്രോഫി കൈവിട്ടുപോയ നിമിഷങ്ങൾ. ആഡ്രിയാൻ ലൂണ, നോഹ സദാവി, ഇവർ ബ്ലാസ്റ്റേഴ്സിന്റെ കോർ താരങ്ങളായിരുന്നു. ലൂണ 2021 വന്നു, 2022 ഫൈനലിൽ കളിച്ചു, 2024 പോയി. നോഹ 2023 വന്നു, 2025 പോയി. എന്തുകൊണ്ട്? കരാർ പ്രശ്നങ്ങൾ, പണം. അവർക്ക് അർഹതപ്പെട്ട വേതനം കിട്ടിയില്ല. മാനേജ്മെന്റിന് അവരെ നിലനിർത്താൻ കഴിഞ്ഞില്ല. ഇവാൻ വുക്കോമനോവിച്ച്, സെർബിയൻ പരിശീലകൻ, 2021 വന്നു, 3 വർഷം, 3 തവണ പ്ലേ ഓഫ്, ഒരു ഫൈനൽ. ടീമിന് സ്ഥിരത നൽകി. 2024 പോയി. എന്തുകൊണ്ട്? അഭിപ്രായ വ്യത്യാസങ്ങൾ. പിന്നെ വന്ന മിക്കേൽ സ്റ്റാരെ, 16 മത്സരങ്ങൾ മാത്രം. ഡേവിഡ് കറ്റാല, 11 മത്സരങ്ങൾ മാത്രം. ഇപ്പോൾ ആഷ്ലി വെസ്റ്റ്വുഡ്. ടീമിനൊരു കളിത്തന്ത്രം പോലും പിടിച്ചു കിട്ടുന്നില്ല. 2025-26 സീസൺ, 7 മത്സരങ്ങൾ, 1 ജയം, 1 സമനില, 5 തോൽവി. ആദ്യ ജയം വന്നത് ഏപ്രിലിൽ ബംഗളൂരു FCക്കെതിരെ, 2-1. ലൂണയും നോഹയും പോയതിന്റെ ശൂന്യത. പുതിയ കോച്ചിന് സമയം കിട്ടിയില്ല. എന്ത് ചെയ്താൽ കപ്പ് കിട്ടും? 1. സ്ഥിരത. ഒരു കോച്ചിനെ കുറഞ്ഞത് 3 വർഷമെങ്കിലും നിലനിർത്തണം. ഓരോ വർഷവും കോച്ചിനെ മാറ്റുന്നത് നിർത്തണം. 2. താരങ്ങളെ വിലമതിക്കുക. ലൂണയെപ്പോലുള്ള താരങ്ങൾക്ക് വേണ്ട വേതനം കൊടുക്കണം. അവരെ പിടിച്ചു നിർത്തണം. കാരണം കപ്പടിക്കുന്ന ടീമുകൾ അവരുടെ കേന്ദ്ര താരങ്ങളെ വിട്ടുകൊടുക്കാറില്ല. 3. പെനാൽറ്റി.
2016-ലും 2022-ലും ഫൈനൽ തോറ്റത് പെനാൽറ്റിയിലാണ്. ഇനി മുതൽ എല്ലാ ദിവസവും പെനാൽറ്റി പരിശീലിപ്പിക്കണം. മാനസിക പരിശീലകനെ വേണം. 4. യുവതാരങ്ങൾ. സച്ചിൻ സുരേഷ്, ശ്രീകേഷ് നാരായണൻ, വിബീൻ മോഹൻ. ഇവർക്ക് കൂടുതൽ അവസരം കൊടുക്കണം. അവർ തന്നെയാണ് ഭാവി. 5. ഹോം ഗ്രൗണ്ട്. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തെ വീണ്ടും ഒരു കോട്ടയാക്കണം. എതിരാളികൾ കൊച്ചിയിലേക്ക് വരുമ്പോൾ അവർ ഭയക്കണം. 6. മാനേജ്മെന്റിന്റെ ഇടപെടൽ നിർത്തണം. ഫുട്ബോൾ ആളുകളെ ഏൽപ്പിക്കണം. കോച്ചിന് പൂർണ്ണ അധികാരം കൊടുക്കണം. അവസാനം ഒരു കാര്യം ഉറപ്പാണ്, ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കും. അവർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നു, സ്റ്റേഡിയം ബഹിഷ്കരിക്കുന്നു. പക്ഷേ അവരുടെ ഹൃദയത്തിൽ ബ്ലാസ്റ്റേഴ്സിന് ഒരു ഇടമുണ്ട്. ഒരു ദിവസം ആ കപ്പ് വരും. ഈ സീസണിലാകണമെന്നില്ല, അടുത്ത സീസണിലാകണമെന്നുമില്ല. പക്ഷേ ഒരു ദിവസം ബ്ലാസ്റ്റേഴ്സ് ആ ട്രോഫി ഉയർത്തും. അപ്പോൾ ആ മഞ്ഞപ്പടയുടെ കണ്ണുകളിൽ കണ്ണുനീരുണ്ടാകും, സന്തോഷത്തിന്റെ കണ്ണുനീർ. അതുവരെ നമുക്ക് കാത്തിരിക്കാം. കാരണം വിശ്വാസമുള്ളവർക്കായി കാത്തിരിപ്പിനൊടുവിൽ ജയം വരും.